നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് എപ്പോൾ വേണമെങ്കിലും, കർക്കിടകത്തിന് മാത്രമല്ല മറ്റ് കാലങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാല് കർക്കിടക മാസത്തില് ഈ നമ്മുടെ ഇടവപ്പാതി കഴിഞ്ഞ് മഴക്കാലം വരുമ്പോൾ നമ്മുടെ ശരീരത്തില് പെട്ടെന്ന് മഴയൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തില് അഗ്നിബലം, അതായത് ആഹാരത്തെ ദഹിപ്പിക്കാനുള്ള കഴിവ് കുറഞ്ഞു വരിക ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, നമുക്ക് ആഹാരങ്ങൾ കൃത്യമായി ദഹിക്കാത്ത പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ വരും. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ചുമ, കഫക്കെട്ട് അങ്ങനെയുള്ള രോഗങ്ങൾ, പിന്നെ പ്രതിരോധ ശേഷി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കർക്കിടക ചികിത്സകൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ബലം കിട്ടാം, നമുക്ക് ഇനി വരുന്ന കാലത്തേക്ക് നമുക്കൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടും ഒരു പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു കർക്കിടക കാര്യങ്ങൾ ചെയ്യുന്നത്. പൊതുവെ നമ്മൾ ഔഷധ കഞ്ഞികള്, അതുപോലെ മുക്കുറ്റി സേവ, പിന്നെ ആട്ടിൻ സൂപ്പുകൾ ചിലവർ ഉപയോഗിക്കും, നാഡി കഷായങ്ങൾ ഉപയോഗിക്കും, അങ്ങനെ പിന്നെ മരുന്നുണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പ്രത്യേകിച്ച് ഔഷധക്കഞ്ഞി എല്ലാ ഭാഗത്തും ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഈ ഔഷധക്കഞ്ഞി ഉപയോഗിക്കുന്നതിന് മുന്നേ ആദ്യം നമ്മളൊന്ന് വയറിളക്കി വിരേചനം ചെയ്ത് കഴിഞ്ഞ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കുറച്ചും കൂടെ നമുക്കത് കിട്ടും, നമ്മൾ ആഗിരണം ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഔഷധക്കഞ്ഞി നമുക്കൊരു പ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടും ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുക, പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തില് വാതരോഗങ്ങൾ കൂടുതലായിരിക്കും. പലർക്കും അറിയായിരിക്കും വേദനകള്, ഇപ്പൊ വേദനയൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ കർക്കിടക മാസത്തിന് ജോയിന്റ് പെയിനും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വാതരോഗത്തിന് മാറ്റാൻ വേണ്ടി നമ്മൾ എണ്ണയിട്ട്, പിന്നെ പഞ്ചകർമ്മയൊന്നും ഇപ്പൊ എല്ലാവർക്കും ഹോസ്പിറ്റലുകളിലൊന്നും പോയി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ വീടുകളിൽ തന്നെ നമുക്ക് ഡോക്ടർമാരെ കണ്ടിട്ട് അവനവന്റെ ശരീരത്തിന് പറ്റുന്ന എണ്ണകൾ തേച്ച് കുളിച്ച് ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ച് കഴിഞ്ഞ് നമുക്ക് ആ എണ്ണ തേക്കുന്നതിന്റെ ഫലമായിട്ട് തന്നെ ഒരു ശരീരത്തിന് ഒരു ഊർജ്ജസ്വലത കിട്ടുകയും അതേപോലെ തന്നെ വാദസംബന്ധമായ രോഗങ്ങളെയൊക്കെ നമുക്ക് തടയാനൊക്കെ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ആ ചര്യകളിൽ പെടുന്നത്. അപ്പൊ നമ്മൾ പൊതുവെ ഈ ഔഷധക്കൂട്ടുകൾ, നമ്മൾ കർക്കിടകത്തിലെ ഔഷധക്കൂട്ട് എന്നുള്ള എൻ്റെ ഈ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് കർക്കിടക കഞ്ഞിയാണ് പറയുന്നത്. അപ്പൊ ഈ കർക്കിടക കഞ്ഞിയാണെങ്കിലും ഈ മരുന്നുണ്ടാന്ന് പറയുന്ന അതിലാണെങ്കിലും മുക്കുടി അങ്ങനെയുള്ള സംഭവങ്ങൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിലൊക്കെ വരുന്ന മരുന്നുകൾ, ഔഷധങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ഒരേപോലെയുള്ളതായിരിക്കും. അതായത് ഉലുവ, അയമോദകം, ജീരകം, ആശാളി, ശതകുപ്പ, കൊത്തമല്ലി, അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇതിലൊക്കെ ഒരു ഗുണം എന്ന് പറയുന്നത് എല്ലാത്തിലും ഏകദേശം ഒരേ ഗുണങ്ങൾ തന്നെയാണ്. വെച്ചാൽ ഒരേ ഗുണം എന്ന് വെച്ചാൽ വയറിന്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി, ദഹനശേഷി കൂട്ടുക. അതായത് ഞാൻ പറഞ്ഞു കർക്കിടകത്തിൽ പൊതുവെ നമുക്ക് വിശപ്പ് കുറവായിരിക്കും, ദഹിക്കാൻ പ്രയാസമില്ല. അപ്പൊ പൊതുവെ നമ്മൾ ലഘുവായിട്ടുള്ള ആഹാരങ്ങളൊക്കെ, ഹെവി ഫുഡൊന്നും കഴിക്കരുത് എന്ന് പറയും. ലഘുവായിട്ടുള്ള ആഹാരങ്ങളാണ് പൊതുവെ കർക്കിടകത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ പറയും, കാരണം വയറ് പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് അതിൽ ഈ ഉലുവ, അയമോദകം, ജീരകം, കൊത്തമല്ലി, ഇങ്ങനത്തെ ആശാളി, ശതകുപ്പ, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദഹനത്തിന് കൂട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഉലുവ എടുക്കാം. ഉലുവ എന്നൊക്കെ നമ്മൾ നിത്യമായിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന ഔഷധ ഇതാണ്. നമ്മുടെ അടുക്കളയിലുള്ള ഒരു സംഭവമാണ് ഉലുവ. ഈ ഉലുവയുടെ ഏറ്റവും ഇത് പറയുന്നത് നമ്മൾ വയറ് സംബന്ധമായ പ്രശ്നങ്ങളെ ഒഴിവാക്കും, നമുക്ക് അസിഡിറ്റി പോലെ അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നങ്ങളെ ഒഴിവാക്കും, നമുക്ക് വിശപ്പ് ഉണ്ടാവാനൊക്കെ ഉലുവ തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ നല്ലതാണ്. അതേ സമയത്ത് ഈ ആർത്തവ പ്രശ്നങ്ങൾ, ഇപ്പൊ ആർത്തവ സംബന്ധമായിട്ട് വേദനകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉലുവ കഷായം വെച്ച് കുടിക്കുകയൊക്കെ ചെയ്യും. ഈ കൊളസ്ട്രോളിനും ഷുഗറിനും പ്രഷറിനും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ, അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉലുവ സഹായിക്കുന്നുണ്ട്. അതുപോലെ അമിതമായ ഭാരം, ഇപ്പം തടി കൂടുതലുള്ളവർക്ക് ഉലുവ നമ്മുടെ ദുർമേധസ്സിനൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നമുക്കറിയാം നമ്മൾ മുടിയുടെ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉലുവ അരച്ചു പരട്ടുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇത് ഹെയർ ഗ്രോത്തിനും, മുടിയുടെ ഗ്രോത്തിനും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഉലുവ നല്ലതാണ്. അപ്പൊ ആകെ മൊത്തം നോക്കുമ്പോൾ നമ്മുടെ തല മുതൽ നമ്മുടെ എല്ലാ പാർട്ടിലും, അതേപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുണമുണ്ട്. അതായത് നീർക്കെട്ട് കുറയ്ക്കാൻ, ഇപ്പൊ സന്ധികളിലൊക്കെയുള്ള വേദനകളും നീരൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഉലുവ നമുക്ക് കിഴി പോലെ വെക്കുകയോ ഉലുവ നമുക്ക് അരച്ചു പരട്ടുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് വേദനകൾക്കും നല്ലതാണ്, അതേപോലെ തന്നെ വയറിന് സംബന്ധമായ പ്രശ്നങ്ങൾക്കും അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമുക്കൊരു ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ ഉലുവ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അതേ ഗുണം തന്നെയാണ് ജീരകം എടുത്ത് നോക്കിയാലും ഗ്യാസിന്റെ ബുദ്ധിമുട്ടിന് നല്ലതാണ്, ദഹനശേഷി കൂട്ടുന്നതാണ്, ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനും നല്ലതാണ്. അപ്പോൾ ഓരോന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കാരണം എല്ലാത്തിനും ഏകദേശം ഈ നമ്മുടെ അഗ്നിബലം കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ
എന്താ പറയാ ഈ വായുവിന്റെ പ്രശ്നം കുറയ്ക്കാനും അതുപോലെ വേദനകൾക്കും ഇതിനൊക്കെ ആസ്മ രോഗങ്ങൾക്ക് ഈ ശ്വാസകോശ സംബന്ധമായ ചുമ കഫക്കെട്ടിനൊക്കെ ജീരകം വറുത്തിട്ടൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് അല്ലെ. അതേപോലെ തന്നെ പിന്നെ സ്കിന്നിന്റെ പ്രശ്നത്തിനാണെങ്കിലും മുടിക്കാണെങ്കിലും ഒക്കെ ഈ പറയുന്ന ജീരകവും അത്യുത്തമമാണ്. പിന്നെ അടുത്തത് പറയുന്നത് നമ്മൾ ആശാളി എന്ന് പറയുന്നത്, അത് കുറച്ച് പേരൊക്കെ എന്നെ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ആശാളി എന്ന് പറയുന്നത് പണ്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ ഒരുപാട് ഉപയോഗിച്ചതാണ്. പ്രത്യേകിച്ച് ഈ പ്രസവാനന്തരമുള്ള ലേഹ്യങ്ങളിലൊക്കെ അതുപോലെ കുറെ നമ്മുടെ ആയുർവേദ മരുന്നുകളൊക്കെ ഈ ആശാളി എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ഉണ്ട്. അപ്പൊ ആശാളി എന്ന് പറഞ്ഞ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു മരുന്നാണ് ഈ ആശാളി എന്ന് പറഞ്ഞാൽ. അതിൽ അയൺ ഉണ്ട്, അത് വെച്ചാൽ നമ്മുടെ ഇരുമ്പിന്റെ സത്ത് പ്രോട്ടീൻ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. അതിൽ ധാരാളം ഫൈബർ കണ്ടന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ മലബന്ധം അങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ അത് ദഹനത്തിന് നന്നായി സഹായിക്കുന്നതാണ് ഈ ആശാളി എന്ന് പറയുന്നത്. ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ വേദനയും നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ മുലപ്പാലിന്റെ വർധനവിന്, അതുകൊണ്ടാണ് ഈ പ്രസവാനന്തരം ഇതൊക്കെ കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഉലുവയിൽ ഈ ഒരു സംഭവം ഉണ്ട്. ഉലുവ പൊതുവെ പിന്നെ അമ്മമാർക്ക്, അതായത് പ്രസവിച്ചു കഴിഞ്ഞ സ്ത്രീകൾക്ക് നമ്മൾ ഉലുവ കഞ്ഞിയൊക്കെ കൊടുക്കും അല്ലെ. അപ്പൊ ഈ ഉലുവ മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ ആണുങ്ങളിലാണെങ്കിൽ, മെയിൽസിലാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കൂട്ടാൻ, ഹോർമോണൽ. ഈ മരുന്നൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മുടെ അടുക്കളയിലുള്ള ഈ കുഞ്ഞു കുഞ്ഞു സാധനത്തിന് ഇത്രയൊക്കെ ഗുണങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ ആ ഓരോ മരുന്നിനും നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തും. നമ്മൾ ചെറിയൊരളവിലാണെങ്കിലും അത് ദൈനംദിന ജീവിതത്തിൽ നമ്മളത് ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ ആകമൊത്തം ഒരു ബാലൻസ് ആണ്, ശരീരത്തിന് ഒരു ബാലൻസ് ആണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ആശാളിക്കും ഈ മുലപ്പാൽ വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനും നല്ലതാണ്. അമിതമായ ഭാരം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ എല്ലിന് ബലം നൽകുന്നത്, കാൽഷ്യം അതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലിന് ബലം നൽകാൻ ആശാളി സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ആശാളി എന്ന് പറഞ്ഞ മരുന്നിന്റെ ഉപയോഗം. പിന്നെ നമ്മൾ ഈ ഔഷധ കഞ്ഞിൽ ഉപയോഗിക്കുന്നതാണ് ശതകുപ്പ. ശതകുപ്പ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. ശതകുപ്പ എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലേട്ട് ഉപയോഗിക്കും, പുറമെ നമ്മൾ കിഴി പോലെ. ഇപ്പൊ ഈ പൊതുവെ ഞാൻ സാധാരണ വേദനയും നീരൊക്കെ ആയിട്ട് വരുന്നവരോട്, പൊതുവെ ജനങ്ങൾ ഈ വേദന വരുമ്പോൾ തന്നെ ഈ തൈലം എടുത്ത് പരട്ടുന്ന ഒരു പ്രവണത പലർക്കും ഉണ്ട്. പക്ഷെ പല വേദനകളും നീരും തൈലം പരട്ടുമ്പോൾ കൂടി കാണാറാണുള്ളത്. അപ്പൊ എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് എപ്പോഴും ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വേദനയുള്ള ഒരു അവസ്ഥയിൽ. ഇവിടെ മസിൽ പെയിൻ ആണെങ്കിലും ജോയിന്റ് പെയിൻ ആണെങ്കിലും ഈ മുതിര, ഉലുവ, ശതകുപ്പ ഇതൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് കുറച്ച് കല്ലുപ്പും കൂടിയും ചേർത്തിട്ട് നമ്മൾ വെറുതെ ചട്ടിയിൽ വെച്ച് ചൂടാക്കി ചൂട് പിടിച്ചു കഴിഞ്ഞാൽ പൊതുവെയുള്ള വേദനകളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പൊ ഈ ശതകുപ്പ എന്ന് പറഞ്ഞ സാധനം നമുക്ക് പുറമെ കീഴ് പിടിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേദനകൾ കുറയ്ക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ വളരെ ഗുണമുള്ള ഒരു സാധനമാണ്, ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഗുണമുള്ളതാണ് ഈ ശതകുപ്പ. അത് നമുക്ക് ഈ പീരീഡ്സിന്റെ സംബന്ധം, അതായത് മെൻസസ് സംബന്ധമായിട്ടുള്ള ആർത്തവ വേദനകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അത് ആർത്തവ രക്തത്തിന്റെ ആ ഒരു ഫ്ലോ, ആ ഒരു ഒഴുക്കിനെ അത് കറക്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടും, അതുപോലെ യൂട്രസിന് ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ, ഗർഭാശയത്തിന് ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ശതകുപ്പ സഹായിക്കുന്നുണ്ട്. പലർക്കും ഉറക്കമില്ലാത്ത ആളുകൾക്ക്, അതുപോലെ ഡിപ്രഷൻ, മൂഡ് ശരിയില്ലാത്തവർക്കൊക്കെ ആ ഒരു മാനസികമായിട്ടൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ശതകുപ്പ സഹായിക്കുന്നുണ്ട്. പൊതുവെ നമ്മുടെ ഈ നമ്മുടെ ആയുർവേദത്തിന് പ്രസൂതി തന്ത്രം എന്നുള്ള ഒരു വിഭാഗമാണ് നമ്മുടെ ഈ ഗൈനക്കോളജി വിഭാഗം. അപ്പോൾ ഈ കുട്ടികളില്ലാത്ത വന്ധ്യത ഉള്ള കേസുകളിലൊക്കെ ശതകുപ്പ നമ്മൾ കൊടുക്കും. ശതകുപ്പ നമ്മൾ തേനിന്റെ കൂടെയോ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അത് ഹോർമോണൽ കറക്ഷൻ, അതായത് യൂട്രസിനെ കറക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ പൊതുവെ കുട്ടികളൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ പൊതുവെ ടെൻഷനും ഡിപ്രഷനും ഉറക്കമില്ലായ്മ ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് മാനസികമായ ഒരു തലത്തിലും അത് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ യൂട്രസിനും അതൊരു ബലം നൽകുകയും ആ ഒരു ആർത്തവമൊക്കെ കറക്റ്റ് ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് ദഹനത്തിന് സഹായിക്കുന്നതാണ്. പിന്നെ ഇങ്ങനത്തെ വയറിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നതാണ്. പിന്നെ ഈ മലബന്ധം ഒഴിവാക്കാൻ അത് സഹായിക്കുന്നുണ്ട്. പിന്നെ ബ്രസ്റ്റ് മിൽക്ക്, മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ കാൽഷ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ട്, അപ്പൊ എല്ലിനും പിന്നെ നമ്മുടെ ജോയിന്റ്സിനൊക്കെ ബലം നൽകാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. പൊതുവെ ഈ പ്രഗ്നൻസിയിലും അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിയുള്ള ആളുകൾക്ക്, ഇപ്പൊ ചില ആളുകൾക്ക് ശതകുപ്പ അലർജി തന്നെ, അങ്ങനെയുള്ളവരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ നമ്മൾ ജീരകം പറഞ്ഞു, ഉലുവ പറഞ്ഞു, പിന്നെ ആശാളി പറഞ്ഞു, ശതകുപ്പ പറഞ്ഞു, അയമോദകം. അയമോദകത്തിനാണെങ്കിലും ഇതുപോലെ ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനും നല്ലതാണ്, ദഹനത്തിന് നല്ലതാണ്, ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കും. പിന്നെ നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ അഗ്നിനെ വർദ്ധിപ്പിക്കും, അതായത് ദഹനം. അപ്പൊ പൊതുവെ നമ്മുടെ അഗ്നി നന്നായി വർദ്ധിപ്പിക്കുമ്പോൾ എന്താ, നമ്മുടെ വേഗം വേഗം നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ഒക്കെ അങ്ങ് ബ്രേക്ക് ആയി പോകും. അപ്പൊ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തടിയൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നത്. നമുക്ക് പിന്നെ നമ്മുടെ മെറ്റാബോളിസം എന്ന് പറയും അതിന്. മെറ്റാബോളിസം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ വെയിറ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞു വരും. അപ്പൊ ഈ പറഞ്ഞ സാധനം ഒക്കെയാണ് നമ്മുടെ ഈ ഔഷധ കഞ്ഞിയിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ പൊടികളൊക്കെ നമ്മൾ പൊടിച്ചു വെച്ച്
ഞവര അരി ഉപയോഗിച്ചിട്ടാണ് ഔഷധ കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പൊ ഔഷധ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞുതരാം. അപ്പൊ പലർക്കുള്ള സംശയം, ഈ ഷുഗറുകാർക്ക് കൊളസ്ട്രോളുകാർക്കൊക്കെ ഈ ഔഷധ കഞ്ഞി കുടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളിപ്പോ കേട്ടതിൽ എന്താ മനസ്സിലായത്? ഈ പറഞ്ഞ സാധനമൊക്കെ ഷുഗറിനും പ്രഷറിനും, ഈ പറഞ്ഞ ഞാനിപ്പോ ഉലുവ, പിന്നെ അയമോദകം ഒക്കെ പറഞ്ഞല്ലോ, അപ്പൊ ഇതൊക്കെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അമിതമായ ഭാരം ഇതിനൊക്കെ കുറയ്ക്കുന്നതാണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ധൈര്യമായിട്ട് ഇത് കഴിച്ചുകൂടാ? അപ്പൊ അത് നമ്മുടെ ആ ഒരു ഹെൽത്തിനെ നന്നായിട്ട് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ പിന്നെ കഞ്ഞി എന്ന് പറയുന്നത്, മരുന്ന് കഞ്ഞി. പൊതുവെ കർക്കിടക മാസത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വിരേചനം വയറിളക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിലും നമുക്കിത് കഴിക്കാം. പൊതുവെ 7 ദിവസം കഴിക്കുന്ന ആൾക്കാരുണ്ട്, 14 ദിവസം കഴിക്കുന്നവരുണ്ട്, 21 ദിവസം കഴിക്കുന്നുണ്ട്. ഒരു നേരം ഇപ്പൊ നമ്മള് ഇപ്പം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പകരം അത് കഴിക്കാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാം, രാത്രിയിൽ കഴിക്കാം. അത് ഓരോരാളുടെ അവരുടെ താല്പര്യത്തിനനുസരിച്ചും. ചില ആളുകൾക്ക് രാത്രി കഴിച്ചു കഴിഞ്ഞാൽ വയറിനൊരു സ്തംഭനം പറയാറുണ്ട്, അപ്പൊ കാലത്ത് കഴിക്കുന്നതായിരിക്കും നന്നാവുക. അപ്പൊ ഈ മരുന്നുകള് ഞവര അരിയിലാണ് കൂടുതൽ, ഉണക്കലരിയോ അല്ലെങ്കിൽ ഞവര അരിയോ. ഞവര എന്ന് പറയുന്നതും പിന്നെ ഷുഗറിന്റെ അളവ് വളരെ കുറവാണ്. അപ്പൊ അത് ധൈര്യമായിട്ട് ഞവര അരി നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അതും ഒരു പലർക്കുള്ള സംശയമാണ്, ഞവര ഷുഗറുകാർക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ നമ്മള് ഞവര അരിയിലാണെങ്കിൽ ധാരാളം ഫൈബർ കണ്ടന്റ് ഉണ്ട്. അതുപോലെ തന്നെ അത് നമ്മുടെ ഫൈബർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നാരുകൾ അടങ്ങിയതുകൊണ്ട് മലബന്ധം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ദഹനത്തിന് സഹായിക്കുന്നതാണ്. വളരെ ലൈറ്റ് ആയിട്ട് നമുക്ക് ഭക്ഷണത്തിന്റെ പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പൊക്കെ വർദ്ധിക്കുകയും നമുക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടുകയൊക്കെ ചെയ്യുന്നതാണ്. നമുക്കിത് ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ഈ ഞവരേരി എടുത്ത് വേണമെങ്കിൽ അതിൽ ഇത്തിരി ചെറുപയരോ അല്ലെങ്കിൽ മുതിരയോ ഒക്കെ കുറച്ച് അളവിൽ ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ തലേന്ന് കുതിർത്ത് വെക്കാം, കുറച്ചും കൂടി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് പകുതി വേവാകുമ്പോൾ ഈ പറഞ്ഞ പൊടികളൊക്കെ നമ്മൾ കുറച്ചെടുത്ത് പൊടിച്ചു വെക്കാം. എല്ലാം കുറച്ച് ചെറിയ അളവിലെടുത്ത് പൊടിച്ചു വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ തേങ്ങാപ്പാലും അതുപോലെ തന്നെ ഈ പൊടികളും ചേർത്ത് ബാക്കി കൂടെ വേവിച്ചെടുക്കുക. എന്നിട്ട് ചെറിയ ഉള്ളി, വെളുത്തുള്ളിയൊക്കെ നെയ്യിൽ മൂപ്പിച്ചിട്ട് നമ്മൾ ഈ കഞ്ഞിയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഔഷധ കഞ്ഞി തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഇതിൽ ശർക്കര ചേർക്കാം, ശർക്കരയും നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതേപോലെ തന്നെ വളരെയധികം ആരോഗ്യം പ്രദാനം ചെയ്യുന്നതും നമ്മുടെ ഒരു ശരീരത്തിന് ബലം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഈ ഔഷധ കഞ്ഞി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് മുക്കുടി എന്ന് പറഞ്ഞ ഒരു മരുന്നാണ്, ഒരു കാര്യമാണ്. പലരും കേട്ടിട്ടുണ്ടാവും. കാരണം ഇപ്പൊ ധന്വന്തരി അമ്പലം, നമ്മുടെ നെല്ലുവായ ധന്വന്തരി അമ്പലം അല്ലെങ്കിൽ മൂകാംബിക ക്ഷേത്രത്തിലൊക്കെയാണ് ഇപ്പൊ മുക്കുടി നിവേദ്യം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. പണ്ട് കാലത്തൊക്കെ അത് ഒരു കാര്യമായിട്ട് ഉപയോഗിച്ചതാണ്. പക്ഷെ ഇന്നിപ്പോ അത് ഇത്തിരി കുറവായിട്ടാണ് അതിന്റെ ഉപയോഗം. അപ്പൊ ഈ മുക്കുടി എന്ന് പറയുന്നത് പിന്നെ മോരിൽ ഉണ്ടാകുന്ന ഒരു പ്രിപ്പറേഷനാണ്. അതില് നമുക്ക് ഈ പറഞ്ഞ പോലെ കുടക്കപ്പാലരി, അയമോദകം, ജീരകം, ചുക്ക്, പിന്നെ വെളുത്തുള്ളി, മഞ്ഞൾ, ഇന്ദുപ്പ്, കൊത്തമല്ലി, പിന്നെ ഉലുവ, ഇതൊക്കെ നമ്മൾ ഓരോ ഗ്രാം വീതം എടുത്ത് പൊടിച്ചിട്ട് തൈരല്ല മോരിൽ ഒഴിച്ചിട്ട് മോരിലിട്ടിട്ട് നമ്മളൊന്ന് കാച്ചിയെടുക്കും. എന്നിട്ട് നമ്മൾ ഭക്ഷണത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിലോ ഒക്കെ. അപ്പൊ അത് ഇതിന്റെ ഒക്കെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നമ്മളൊരു പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ്. മാത്രമല്ല ഈ മരുന്നുകളുടെ ഒക്കെ ഇതിന്റെ കൂടെ ചിലവർക്ക് പിന്നെ പുളിയാറില ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ മുട്ടല്, പുളിയാറിലൊക്കെ അതിന്റെ കൂടെ പിന്നെ അതിന്റെ നീരും കൂടെ ഒഴിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഈ ഒരു സംഭവത്തിന്റെ ഗുണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ മാറ്റും. ചിലവർക്ക് അതിസാരം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ഈ വയറിളക്കം പോലെയുള്ള. ചിലവർക്ക് വയറിളക്കത്തിന്റെ കൂടെ രക്തം കൂടി പോകും. അതുപോലെ രക്താർശസ്, അതായത് പൈൽസിന്റെ കൂടെ ബ്ലഡ് പോകുന്ന തരത്തിലുള്ള പൈൽസ്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ഈ മുക്കുടി സേവ വളരെയധികം ഉത്തമമായിട്ടുള്ളതാണ്. അത് ആ രോഗത്തിനെ മാറ്റാനും അതുപോലെ ദഹനത്തിനെ അത് ത്വരിതപ്പെടുത്താനും ഒക്കെ ഈ മുക്കുടി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതൊരു ഈ മോരൊക്കെ ആയതുകൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇതാണ്. നമുക്കൊരു കുടിക്കാനൊന്നും വലിയ പ്രയാസമുള്ളതല്ല. അഷ്ടചൂർണം വെച്ചിട്ടും നമ്മൾ ഈ മോരിൽ അഷ്ടചൂർണം ചേർത്ത് ചൂടാക്കിയിട്ടും അങ്ങനെ പല സ്ഥലങ്ങളിലും മുക്കുടി ഉണ്ടാക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഔഷധ കഞ്ഞിക്കാണെങ്കിലും മുക്കുടിക്കാണെങ്കിലും ഓരോ ഭാഗത്തും ഇതിന്റെ മരുന്നുകൾ ചേരുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉള്ളതുകൊണ്ട് പല രീതിയിലുള്ള പ്രിപ്പറേഷൻ പോകുന്നുണ്ട്. ഈ ഔഷധ കഞ്ഞിയിൽ തന്നെയാണ് ദശപുഷ്പങ്ങളുടെ നീരെടുത്തിട്ട് ഈ പൊടിയുടെ കൂടെ തേങ്ങാപ്പാലിന്റെ കൂടെ ആ നീരും കൂടെ ആഡ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിലും വെക്കുന്നുണ്ട്. അപ്പൊ ഈ ദശപുഷ്പവും നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ ദശപുഷ്പവും നമ്മൾ നന്നായിട്ട് മരുന്ന് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഔഷധ കഞ്ഞിയും മുക്കുടിയും. പിന്നെ പറയുന്നതാണ് പത്തിലത്തോരൻ. അതും പലരും കേട്ടിട്ടും പലരും ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. പത്തിലത്തോരൻ എന്ന് പറയുന്നത് ഈ ഇലകൾ വെച്ചിട്ട് പൊതുവെ മറ്റ് ഇലകള് നമ്മൾ പൊതുവെ ഇലക്കറികളുടെ ഉപയോഗം
കുറയ്ക്കാനാണ് പറയുന്നത്. കാരണം കുറച്ച് ദഹിക്കാൻ പ്രയാസമുള്ളതാണ് ഇലക്കറികൾ. അപ്പൊ ഈ പത്തില എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈ പറയുന്ന ഇലകള് കുറച്ചും കൂടി പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്നതാണ്. അതിൽ സെല്ലുലോസ് കണ്ടന്റ് കുറവാണ്. അപ്പോൾ അത് കുറച്ചും കൂടി പെട്ടെന്ന് ദഹിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പൊ അത് നമ്മളെ വയറിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അതിൽ തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഈ പത്തിലകളിൽ. ഓരോ സ്ഥലത്തും ഉപയോഗിക്കുന്ന പത്തിലകൾ ഓരോ രീതിയിലായിട്ടാണ് കാണുന്നത്. അപ്പം ചില നമ്മൾ പറയുന്നത് പിന്നെ തഴുതാമയുടെ ഇല പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ കുമ്പളത്തില, മത്തനില, ചേന, ചേമ്പ്, ചീര, പയറില, അങ്ങനെ ഒരു വിഭാഗമായിട്ട് പോകും. തകരയില, അങ്ങനെ ഒരു വിഭാഗം. ചില സ്ഥലങ്ങളിൽ കോവല്, തഴുതാമ, മത്തൻ, പൂവാങ്കുറുന്നല്, താള്, ചീര, അങ്ങനെ ഈ 10ഉം കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇലകൾ വെച്ചിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞ് പിന്നെ കടുകും നമ്മുടെ ഉഴുന്നും ചെറിയ ഉള്ളിയും പിന്നെ അതുപോലെ വറ്റൽ മുളകൊക്കെ ഇട്ടിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് സാധാരണ നമ്മൾ ഉപ്പേരി കാച്ചുന്ന പോലെ കാച്ചി നമ്മുടെ ഔഷധ കഞ്ഞിയുടെ കൂടെ കഴിക്കുക. അതും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമുക്കൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ ധാതുക്കളൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് ഓരോന്നിനും ഓരോ ഗുണങ്ങളുണ്ട്. ഇപ്പൊ തഴുതാമ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നീരും വേദനയും കുറയാൻ സഹായിക്കുന്നുണ്ട്. ചേമ്പില ആണെങ്കിൽ അത് ദഹനത്തിന് സഹായിക്കുന്നതാണ്, അതുപോലെ ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ചീര നമുക്കറിയാം അതിൽ ധാരാളം കാൽഷ്യവും ഇരുമ്പിന്റെ സത്തുണ്ട്. അതുകൊണ്ട് ഈ ബ്ലഡ് കുറവുള്ള അവസ്ഥയിലൊക്കെ പിന്നെ വിളർച്ച പോലെയുള്ള അവസ്ഥയിലൊക്കെ ചീര കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തകര മലബന്ധത്തിനെ കുറയ്ക്കുന്ന, അതിൽ ധാരാളം നാരുകൾ ഉള്ളത് കൊണ്ട് അത് ദഹനത്തിന് സഹായിക്കുകയും മലബന്ധം കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. അതുപോലെ പയറില ആണെങ്കിലും ബലം നൽകാൻ സഹായിക്കുന്നതാണ്. പിന്നെ കയ്യോന്നി കണ്ണിനും ത്വക്കിനും നമ്മളെ തൊലിക്കും നല്ലതാണ്. ഇതൊക്കെ വെച്ച് തോരൻ പോലെ വെച്ചിട്ടോ കറി പോലെ വെച്ചിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഈ പത്തില തോരൻ എന്ന് പറയുന്നത് ഈ ഇലകൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കുറച്ചും കൂടെ ഒരു ബലം കിട്ടാനൊക്കെ നല്ലതാണ്. ദഹനം കറക്റ്റ് ആക്കാനും നല്ലതാണ്. ഈ പറഞ്ഞ ഈ പിന്നെ നമ്മുടെ ഞവര അരി വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ ഞവരയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് അത് നമ്മള് ആയുർവേദത്തിലാണെങ്കിൽ നമ്മൾ ഞവര തേപ്പ്, ഞവര കിഴി എന്നൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ ഞവര നമ്മൾ ഉള്ളിലേക്ക് കഴിക്കും. ഇപ്പൊ കഞ്ഞി പോലെ അല്ലാതെ നമ്മൾ ചോറായിട്ടോ അങ്ങനെയൊക്കെ ഞവരേരി ഉപയോഗിക്കും. പക്ഷെ ഇതന്നെ നമ്മൾ കിഴി വെച്ച് ഞവര കിഴിയൊക്കെ വെക്കും. അത് നമ്മുടെ ഈ തേയ്മാനത്തിന്, എല്ല് തേയ്മാനത്തിന് അല്ലെങ്കിൽ നാഡീ സംബന്ധമായിട്ടും പിന്നെ പേശി സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലൊക്കെ നമ്മൾ ഈ ഞവര തേപ്പും ഞവര കിഴിയും ചെയ്യുന്നുണ്ട്. ശരീരത്തിനൊരു പുഷ്ടി കിട്ടാനും എല്ലിനും ജോയിൻസിനൊക്കെ ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ്. മാത്രമല്ല അത് സ്കിന്നിന് വളരെ നല്ലതാണ്. നമ്മുടെ പിന്നെ എന്താ പറയാ സ്കിന്നിന്റെ എക്സ്ഫോളിയേറ്റ് ചെയ്യാന്ന് പറയും. അതായത് നമ്മുടെ വേണ്ടാത്ത സ്കിന്നിന്റെ ഭാഗങ്ങൾ അത് നമ്മൾ ഓരോ പ്രാവശ്യം അതിന്റെ ഓരോ ലെയർ ആയിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കും നമ്മുടെ സ്കിന്നിന്റെ. നമ്മൾ കാണാതെ തന്നെ ഇതിങ്ങനെ. അപ്പൊ അതിനെ മാറ്റിയിട്ട് പുതിയ ആ ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടും സ്കിന്നിന്റെ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ ഞവര പാലിലൊക്കെ കുറുക്കിയിട്ട് തേക്കുന്നത് നല്ലതാണ്. നല്ല കളറ് വരാൻ വേണ്ടിയിട്ട് ഞവര സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഈ ഉലുവ, അയമോദകം, ജീരകം, ആശാളി, ശതകുപ്പ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ സ്കിന്നിനും അതുപോലെ മുടിക്കും ഒക്കെ വളരെ നല്ലതാണ്. പൊതുവേ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന എന്തിനാ? നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും സ്കിന്നിന് വേണ്ടിയിട്ടും മുടിക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. ഈ പൊതുവെ താരനും അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ ഈ കർക്കിടക മാസത്തിൽ കൂടുതലായിട്ട് കണ്ടുവരും. കാരണം പെട്ടെന്ന് തന്നെ ഈ ഈർപ്പം നിന്നത് കൊണ്ട് ഫംഗൽ ഇൻഫെക്ഷൻ പോലെയുള്ളതും പേൻ കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്നതിന്റെ കൂടെ തന്നെ മുടിക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണങ്ങൾ, അതായത് ഉലുവ വെള്ളം തിളപ്പിച്ചിട്ട് കഴുകുക, അതുപോലെ ആര്യവേപ്പിന്റെ ഇല അത് അരച്ചു പുരട്ടി കഴുകുന്നത് നമുക്ക് മുടിയുടെ താരൻ കുറയാൻ നല്ലതാണ്. എണ്ണ തേച്ചിട്ട് താളി ഉപയോഗിച്ച് കഴുകിക്കളയുക. പൊതുവെ സോപ്പും ഷാമ്പും ഉപയോഗിക്കുന്നതിലും നല്ലത് താളി എന്തെങ്കിലും ഉപയോഗിക്കുക. അപ്പൊ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിയുടെ പിന്നെ അമിതമായിട്ടുള്ള പിന്നെ എണ്ണമയവും അതുപോലെ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ വരുന്ന പൊടികളൊക്കെ ഒന്ന് നമ്മുടെ കഴുകി പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ താളി പോലെയുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്ക് സ്കിന്നിനും അതുപോലെ മുടിക്കും അത്യുത്തമമായിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് പലർക്കും അറിയാം, ഈ കുറച്ച് പ്രായമുള്ള ആളുകൾക്ക് നാഡീ കഷായങ്ങൾ അല്ലെങ്കിൽ ചെറിയ രാസ്നാദി കഷായം കഴിക്കുന്ന ഒരു ഇതുണ്ട്. വെറുതെ അങ്ങ് അവർക്ക് ഒരു കർക്കിടക മാസം ആയിക്കഴിഞ്ഞാൽ ഈ മരുന്നങ്ങ് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനക്കുറവാണ്. അപ്പൊ ഈ പലരും ഈ നാഡീ കഷായങ്ങളൊക്കെ കഴിക്കാറുണ്ട്. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള, ഇപ്പൊ വെറുതെ ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഈ മരുന്ന് കഴിക്കാം. എന്നാൽ ചില ആളുകൾക്ക് വേദനയും നീരൊക്കെ ആണെങ്കിൽ നമ്മളൊരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള പ്രതിവിധികൾ ചെയ്തതിന് ശേഷം മാത്രം
ഈ ചെറിയൊരു ആസനാദിയോ അല്ലെങ്കിൽ നാഡീ കഷായത്തിലേക്ക് പോവുക. കാരണം എങ്കിൽ മാത്രമേ അതിന് കുറച്ചും കൂടി ഫലം കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ പറയുന്ന ഒരു നമ്മുടെ ഒരു ഔഷധക്കൂട്ടാണ് മുക്കുറ്റി സേവ, അല്ലെങ്കിൽ മുക്കുറ്റി കുറുക്ക് എന്നൊക്കെ പറയും. അതായത് മുക്കുറ്റി വെച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, നമ്മുടെ ഒരു കുറുക്ക് പോലെ, ലേഹ്യം പോലെ, അല്ലെങ്കിൽ അലുവ പോലെ എന്നൊക്കെ പറയാം. ഈ മുക്കുറ്റി സമൂലം ഇടിച്ചു പിഴിഞ്ഞ് അതിന്റെ നീരെടുക്കുക. എന്നിട്ട് തേങ്ങാപ്പാലില് നമ്മൾ കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് കുറുക്കുക. എന്നിട്ട് നമ്മുടെ ശർക്കര പാവില് നമ്മൾ ഈ അരിപ്പൊടിയും തേങ്ങയുടെ രണ്ടാം പാലും ചേർത്ത് നന്നായി ഇളക്കി കുറുക്കി വരുമ്പോൾ നമ്മൾ ഈ മുക്കുറ്റിയുടെ പിഴിഞ്ഞ നീര് അതിലൊഴിച്ച് കൊടുക്കുക. ഒന്നാം പാലും ഒഴിച്ചിട്ട് നമ്മൾ നന്നായി, നെയ്യിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല നമ്മൾ ഈ വീട്ടിലൊക്കെ പിന്നെ അലുവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു ലേഹ്യ പാകത്തിൽ അത് നിത്യേന നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അതും ഈ പറഞ്ഞ പോലെ 7 ദിവസം 14 ദിവസം 21 ദിവസം വരെ കഴിക്കാം. ഈ മുക്കുറ്റിക്ക് ഒരുപാട് ഗുണങ്ങൾ, നമ്മുടെ ദശപുഷ്പത്തിൽ വരുന്നതാണ് മുക്കുറ്റി. അത് നമ്മുടെ ഈ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും രക്താതിസാരം അല്ലെങ്കിൽ രക്താർശസ്, മലത്തിലൂടെ ബ്ലഡ് പോകുന്ന അവസ്ഥയിൽ, ആർത്തവത്തിന്റെ പ്രശ്നങ്ങൾക്ക്, അധികമായിട്ട് ബ്ലഡ് പോകുന്ന അവസ്ഥയിൽ, പിന്നെ ചുമ, ശ്വാസം മുട്ട്, കഫക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നത്തിന് അതൊക്കെ ഈ മുക്കുറ്റി വളരെ അത്യുത്തമം. അത് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകളൊക്കെയാണ് നമ്മൾ കൂടുതൽ ഈ ഒരു കർക്കിടക മാസത്തിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു മുക്കുറ്റി ചാന്തനിയ അല്ലെ, അങ്ങനെ ഒരു ശീലമുണ്ട്. കർക്കിടക മാസത്തിൽ ഡെയിലി മുക്കുറ്റി അരച്ചിട്ട് നമ്മുടെ ഈ ഭ്രൂ മധ്യത്തിൽ പുരട്ടി കൊടുക്കും. പുരട്ടും, നമ്മൾ ചന്ദനം കുറിയൊക്കെ തൊടുന്ന പോലെ. അതെന്തിനാ വെച്ചാൽ ആ നാഡീനെ, കാരണം ഭ്രൂമധ്യത്തിൽ ഒരുപാട് നാഡികൾ വന്ന് നിൽക്കുന്നത്, അപ്പൊ അതിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു മാനസികമായിട്ടുള്ള ഒരു ഹാപ്പി ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ആ ഒരു മുക്കുറ്റി ശാന്തിന്റെ. അപ്പൊ അത് ഒരു മാനസികമായ ഒരു തലത്തിലും കൂടെ അതിനൊരു ആക്ഷൻ പറയുന്നുണ്ട്. പിന്നെയുള്ള ഒരു സംഭവമാണ് പലരും ആട്ടിൻ സൂപ്പ് കഴിക്കുന്ന. ചിലവർ ഈ കർക്കിടകമായി അപ്പൊ നമുക്കൊരു ആട്ടിൻ സൂപ്പ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ചിലവർ അങ്ങനെ വന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഈ ആട്ടിൻ സൂപ്പൊക്കെ നമുക്ക് ഏത് കാലത്ത് ഉപയോഗിക്കാം കേട്ടോ. നമ്മള് പ്രത്യേകിച്ച് ഈ എല്ലിനും നമ്മുടെ എന്താ പറയുക തേയ്മാനത്തിന്റെ ഒക്കെ കണ്ടീഷനിലൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ആട്ടിൻ സൂപ്പ് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ബലം കിട്ടും. അപ്പോ എല്ലോട് കൂടിയുള്ള മാംസം നമ്മൾ 2 അല്ലെങ്കിൽ 4 ഇരട്ടി വെള്ളത്തിൽ പാകം ചെയ്ത് അതിൽ പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ഇട്ടിട്ട് നമ്മൾ പാകം ചെയ്ത് നമുക്കത് പിന്നെ ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഈ ആടിന്റെ മാംസവും എല്ലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര കാൽഷ്യം ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലിനൊക്കെ വളരെയധികം ബലം നൽകുന്ന സംഭവമാണ്. അപ്പൊ നമുക്ക് ആട്ടിൻ സൂപ്പും നമുക്ക് ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റും. പൊതുവെ നമ്മളിപ്പോ ആദ്യത്തെ ഇതിപ്പോ ഇന്ന് 8-ാം തീയതി ആയി, 17-ാം തീയതിയാണ് ചിങ്ങം തുടങ്ങുക. അപ്പൊ ഈ വരുന്ന ദിവസങ്ങളിൽ വേണമെങ്കിൽ നമ്മൾ ചില ആളുകൾ ആദ്യത്തെ കർക്കിടകത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഔഷധ കഞ്ഞി കഴിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അവസാന ഭാഗത്തൊക്കെ. സമയമൊന്നും വൈകിട്ടില്ല, വേണമെങ്കിൽ നാളെ മുതൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ ഉള്ള ഒരു സംഭവമാണ് മരുന്നുണ്ടാന്ന് വന്നിട്ട് പല ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഞവര, അതിന്റെ കൂടെ തന്നെ കുറച്ച് കറുത്ത എള്ള്, മുതിര, ഉലുവ, ശതകുപ്പ, അതുപോലെ അയമോദകം, കൊത്തമല്ലി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് ഈ പറഞ്ഞ സംഭവം തന്നെ ദഹനത്തിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് തന്നെ ശർക്കര പാവില് തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുത്ത് ഈ പൊടികളൊക്കെ പൊടിച്ചെടുക്കണം ഇതൊക്കെ. എന്നിട്ട് നമ്മൾ എള്ളുണ്ടയൊക്കെ ആക്കുന്ന പോലെ ഓരോ ഉണ്ട വീതം ഡെയിലി കഴിക്കുക. അതും ഈ നമ്മുടെ ദഹനത്തിനും സഹായിക്കുന്നതും ആരോഗ്യത്തിന് വേണ്ടിയിട്ടും പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ് ഈ പറയുന്ന ഈ മരുന്നുണ്ടാന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ചിട്ട് ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഔഷധ കൂട്ടുകൾ. അപ്പം ഈ പറഞ്ഞ സംഭവത്തിലൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒന്ന്, ഇതൊന്നും നമ്മളെ തടിപ്പിക്കുന്ന കാര്യങ്ങളല്ല, ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ കൂട്ടുന്നതല്ല. ഹാർട്ടിന്, കാരണം ഈ പറഞ്ഞ ഉലുവ, അയമോദകം, ആശാളി, ജീരകം എന്നൊക്കെ പറയുന്നത് ഹാർട്ടിനും ലിവറിനൊക്കെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമുക്കൊരു വളരെ ധൈര്യത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഇന്ന പ്രായത്തിൽ മാത്രമാണോ കഴിക്കാൻ പറ്റുക ഔഷധക്കഞ്ഞി എന്ന് ചിലവർക്ക് ഒരു സംശയം തോന്നാം. കാരണം അത് വളരെ എളുപ്പത്തിൽ ദഹിക്കാവുന്ന കാരണം കുട്ടികൾക്കും പ്രായമുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കും കൊടുക്കാം. പിന്നെ ആദ്യത്തെ ഒരു 3 മാസം നമ്മൾ വേണമെങ്കിൽ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 7 ദിവസം 14 ദിവസം 21 ദിവസം ഒക്കെ കഴിക്കാം. ഒരു നേരം വെച്ചിട്ട് കഴിക്കാം. പ്രത്യേകിച്ച് ഇതൊക്കെ കഴിക്കുമ്പോൾ ഈ ഔഷധം ഇപ്പൊ പറഞ്ഞ സംഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ കൂടുതൽ എരിവും പുളിയുള്ള ഭക്ഷണങ്ങളും ലഹരി പദാർത്ഥങ്ങളും നോൺ വെജ് ഒക്കെ ഒന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു മരുന്നിന്റെയൊക്കെ ഗുണം നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒരു കൺട്രോൾ ആയിട്ട് ആഹാരങ്ങൾ കഴിക്കുക, ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക,
ഇപ്പോൾ ദഹനമൊക്കെ പ്രശ്നങ്ങളായിരിക്കുന്നുണ്ടെങ്കിൽ ചുക്ക് അല്ലെങ്കിൽ ഷഡംഗം എന്നുള്ള മരുന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ ഒരുപാട് രോഗങ്ങൾ അല്ലെ, പിന്നെ കോളറ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലെയുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് തിളപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഭക്ഷണങ്ങളൊക്കെ ചൂടോടുകൂടി, പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. കാരണം അതൊക്കെ ഈ വയറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ചെറിയ തോതിൽ മാത്രം വ്യായാമം ചെയ്യുക. കൂടുതൽ അമിതമായിട്ടുള്ള വ്യായാമങ്ങൾ ഒഴിവാക്കുക. പിന്നെ നമ്മൾ ഈ ഒരു മാസത്തിൽ ഈ ഒരു ശാരീരികമായിട്ട് മാത്രം ഇതാക്കുക, ഒരു മാനസികമായിട്ടും കൂടെ ഒരു ആരോഗ്യത്തിന് നമ്മൾ പലരും രാമായണ പാരായണം കൂടി ഇതിന്റെ കൂടെ കൊണ്ടുപോകാറുണ്ട് അല്ലെ. അപ്പൊ അത് നമുക്കൊരു ആത്മീയമായിട്ടുള്ള ഒരു എന്താ പറയാ ബലം കൂടി നൽകും. ഈ ഒരു കർക്കിടക മാസത്തിൽ സംഭരിച്ചു വെക്കുന്ന ശാരീരികമായതും മാനസികവുമായിട്ടുള്ള ഒരു ബലം, അത് നമ്മുടെ വരും നാളുകളിലേക്ക്, അതായത് അടുത്ത കർക്കിടകം ആവുന്നവരെ നമ്മുടെ പല രോഗങ്ങളും ചെറുത്ത് നിൽക്കാനും നമുക്കൊരു മാനസികമായി ശാരീരികമായിട്ടുള്ള ഒരു സ്വസ്ഥതയ്ക്കും പ്രതിരോധ ശേഷിക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് കൂട്ടുകളും കാര്യങ്ങളുമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പം ഇതൊരു യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഡോക്ടർ. വളരെ ഭംഗിയായിട്ട് ക്ലാസ് എടുത്തു. ഒരുപാട് ഔഷധ കൂട്ടുകളിൽ കൂടെയും ഔഷധങ്ങളിൽ കൂടെയും നമ്മൾ കടന്നുപോയി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഈ ക്ലാസ് എടുത്തതിനെ കുറിച്ച് ഏതെങ്കിലും കാര്യത്തിൽ കൂടുതൽ അറിയണമെന്നുള്ളവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഔഷധ കഞ്ഞിയിലും അതുപോലെ മുക്കുറ്റിയുടെ കാര്യങ്ങള്, മുക്കുറ്റി ശാന്തി, ഔഷധ ദ്രവ്യങ്ങളായിട്ടുള്ള ഉലുവ, ആശാളി, ജീരകം ഇവയൊക്കെ നമ്മളിപ്പോ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഡോക്ടറെ, ഈ മരുന്നുണ്ട് ഉണ്ടാക്കാനായിട്ട് അതിന് അളവുണ്ടോ? ഏതാ മരുന്നുണ്ട് ഉണ്ടാക്കാനുണ്ട്? അതിന്റെ അളവുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അത് പിന്നെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് ഞവര, ഇപ്പൊ ഒരു 1.5 കപ്പ് ഞവര എടുക്കുകയാണെങ്കിൽ മുതിര ഒരു 1/4 കപ്പ് എടുക്കുക, കറുത്ത എള്ള് 1 കപ്പ്, 1.5 ഞവര, കറുത്ത എള്ള് 1 കപ്പ്, മുതിര 1/4 കപ്പ്, ഉലുവ 1/2 കപ്പ്, അയമോദകം ഉലുവ 1/2 കപ്പ്, അയമോദകം 1/2 കപ്പ്. ഇപ്പൊ എത്രയാണോ ആദ്യം എടുക്കുന്ന ആ ഒരു കപ്പിന്റെ അളവിൽ ബാക്കി എടുത്താൽ മതി. നല്ല ജീരകം 1/4 കപ്പ്, ആശാളി 1/4 കപ്പ്. പിന്നെ ഒന്നുകൂടി പറയാം. ഞവര 1.5 കപ്പ്, കറുത്ത എള്ള് 1 കപ്പ്, മുതിര 1/4 കപ്പ്, പിന്നെ ഉലുവ അയമോദകം 1/2 കപ്പ്, നല്ല ജീരകം ആശാളി 1/4 കപ്പ്. പിന്നെ കരിഞ്ജീരകം വേണമെങ്കിൽ കുറച്ച് ഇടാം, അത് അങ്ങനെയും പറയുന്നുണ്ട് അതില്. നല്ല ജീരകം കരിഞ്ജീരകം ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ അത് തേങ്ങ നമ്മൾ നെയ്യിൽ ആദ്യം മൂപ്പിക്കുക, എന്നിട്ട് ശർക്കര പാനിയായിട്ട് ഒഴിച്ചിട്ട് ഇതൊക്കെ പൊടിച്ചു വെക്കുക. ഇതൊക്കെ ഒന്ന് വറുത്ത് പൊടിക്കണം കേട്ടോ, വെറുതെ അല്ല, വറുത്ത് പൊടിച്ചിട്ട് നമ്മളത് മിക്സ് ചെയ്തിട്ട് നമ്മള് എള്ളുണ്ടയാക്കുന്ന പോലെ ഉരുട്ടിയിട്ട് ഉണ്ടയാക്കിയിട്ട് ദിവസേന കഴിക്കുക. കാരണം ഇതിൽ ഓരോന്നിലും ഓരോ ഗുണങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഞവരാന്ന് പറയുന്നത് വാതരോഗത്തിന് നല്ലതാണ്, പിന്നെ മുതിര എന്ന് പറയുന്നത് സ്കിന്നിനും മുടിക്കും അതൊക്കെ തടി കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്, കറുത്ത എള്ള് എന്ന് പറയുന്നത് ബ്ലഡ് കൂടാൻ നല്ലതാണ്, അതുപോലെ സ്കിന്നിന് നല്ലതാണ്, പിന്നെ ധാരാളം നാരുകളുണ്ട്. ഉലുവ എന്ന് പറയുന്നത് ഇപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ജീരക ഉലുവ അയമോദകത്തിന് ഇതിന്റെ ഒക്കെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതിപ്പോ നമുക്ക് ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമ്മള് മുടി തൊട്ട് നമ്മുടെ ശരീരം മൊത്തം എല്ലാ അസ്ഥി സന്ധി, പിന്നെ അതുപോലെ തന്നെ സ്കിന്ന്, ഇന്റേണൽ ഓർഗൻസിനൊക്കെ ഒരു ബലം നൽകുന്ന മരുന്നുകളാണ് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്നത്. താങ്ക് യു.
ഇനി ആരെങ്കിലും? ഔഷധക്കഞ്ഞി എല്ലാരും കുടിച്ചാ എന്തായാലും? ഔഷധക്കഞ്ഞികൾ കുടിച്ചാ? ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് ഇല്ലെങ്കിൽ നാളെ തന്നെ ഉണ്ടായിക്കോ ഈ പ്രിപ്പറേഷൻ. വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ എല്ലാ സാധനമൊന്നും ഇല്ലെങ്കിലും ഇതിൽ ഞാൻ പറഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ ചേർത്ത് തേങ്ങാപ്പാലൊക്കെ വെച്ച് ഒഴിച്ച് ശർക്കര വേണമെങ്കിൽ ചേർക്കാം, എന്നിട്ട് കഴിക്കാം. ഇപ്പൊ നമുക്ക് ഒരുപാട് ഇപ്പൊ ഔഷധിന്റെ ആണെങ്കിലും സീതാറാമിന്റെ ആണെങ്കിലും ഒക്കെ ഔഷധ കിറ്റുകളുണ്ട്. അപ്പൊ വലിയ പണിയൊന്നുമില്ല, അത് വാങ്ങിച്ച് തന്നെ ഉണ്ടാക്കിയാൽ മാത്രം മതി. ഔഷധക്കഞ്ഞി കഴിച്ചിട്ടുള്ള ഗുണങ്ങൾ ഇപ്പൊ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ അല്ലെ? തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ അനുഭവങ്ങളും കൂടി ഷെയർ ചെയ്യാം കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മിനിമം ഒരു ദിവസമെങ്കിലും അല്ലെ നിത്യേന എണ്ണ തേച്ച് കുളിക്കാൻ പറ്റിയ നല്ലത്. ഇനിയിപ്പോ ഇന്നത്തെ തിരക്കുള്ള സാഹചര്യത്തിൽ അതൊന്നും പറ്റുന്നില്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം ഒന്ന് തൈലൊക്കെ ഒന്ന് ചൂടാക്കി പറ്റിയ ഒരു ചൂടുവെള്ളത്തിന് ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുറച്ചും കൂടി നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആവാനും ഒക്കെ ഭയങ്കര നല്ലതാണ്. അപ്പൊ ഇതൊക്കെ നമ്മളെല്ലാം കേട്ടിട്ട് മാത്രം കാര്യം, ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒന്ന് യൂസ് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പം ഇതൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതുപോലെ മടക്കി വെച്ചാൽ ഇതൊക്കെ കേട്ടു എന്നുള്ള രീതിയിലല്ല. അതുപോലെ തന്നെ ഈ ഔഷധക്കഞ്ഞി എന്ന് പറയുന്ന സംഭവം നമുക്ക് ഈ ദഹനത്തിന് സഹായിക്കൊണ്ടേ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ കർക്കിടകത്തിൽ മാത്രമല്ല മറ്റ് കാലങ്ങളിലും നമുക്കിത് കഴിക്കാം. ഈ പറഞ്ഞ പോലെ ആട്ടിൻ സൂപ്പ് ആണെങ്കിലും ഈ മരുന്നുണ്ടി ആണെങ്കിലും, കാരണം എല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഏത് കാലത്തും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ കർക്കിടകത്തിൽ ഇത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. കർക്കിടകത്തിൽ മാത്രം ആരോഗ്യം സംരക്ഷിച്ചാൽ പോരാ എന്ന് അല്ലെ? എല്ലാ കാലത്തും ആവശ്യമുള്ളതാണ് ആരോഗ്യ സംരക്ഷണം. ഡോക്ടർ ഹേമമാലിനി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ 2 വാക്ക്. ഹലോ, നമസ്തേ ഡോക്ടറെ, പറഞ്ഞു. ഹലോ, നമസ്തേ. വലിയ സന്തോഷം തോന്നി ക്ലാസ്. ഞാൻ തുടക്കത്തിൽ കഴിയാൻ പറ്റില്ല, കുറച്ചൊരു തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞ് പ്രിയ ഡോക്ടറെ ഡോക്ടർ രസമായിട്ട് പറഞ്ഞു. പിന്നെ നല്ല രസമായിട്ട് തോന്നി. പക്ഷെ എന്നല്ല, ഇപ്പോ കുറച്ചും കൂടി മുമ്പത്തേക്കാളും കൂടുതലായിട്ട് ആൾക്കാര് കഴിക്കണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അത് പണ്ടൊക്കെ പറഞ്ഞാലേ ഇപ്പൊ എന്റെയൊക്കെ നാട്ടില് ഒരു കക്കുംകായ അരച്ച് കഴിക്കുക, സാധാ ഉണക്കലരിയില് കക്കുംകായ അരച്ച് കഞ്ഞിയായിട്ട് കഴിക്കുക. അതുപോലെ നമ്മുടെ ചെറുപയറ്, ഇപ്പൊ ഞാൻ പട്ടാമ്പിയിൽ കണ്ടത് അധികം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് അധികം ചെറുപയറ് മാത്രമാണ് കഞ്ഞിയാക്കിയിട്ട് അങ്ങനെ കഴിക്കാറുണ്ട്. പല സ്ഥലത്തും പല രീതിയിലാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോ ഒരു 4-5 വർഷത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് ഔഷധക്കഞ്ഞിയുടെ മരുന്ന് അല്ലെങ്കിൽ കർക്കിടകക്കഞ്ഞിയുടെ മരുന്ന് അത് ഉണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ അതിന്റെ കൂട്ട് പറഞ്ഞു തരൂ, ഞങ്ങൾ ഉണ്ടാക്കാം. പിന്നെ കൊരട്ടിയിലൊരു പ്രത്യേകത കണ്ടത് അവിടെ എല്ലാ വീട്ടിലും മരുന്നുണ്ട കഴിക്കേണ്ടത് എന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ ഏജ് ബാർ ഒന്നുമില്ല. അവര് മിക്കവാറും എല്ലാ ഏജ് ഗ്രൂപ്പിനും ഈ മരുന്നുണ്ട കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിമരുന്ന്, എനിക്ക് തോന്നുന്നു ഞാനൊക്കെ മനസ്സിലാക്കിയിടത്തോളം അവര് കഴിക്കുന്നത് രണ്ടും, ഈ കോഴിമരുന്നിനായാലും മരുന്നുണ്ടയ്ക്കായാലും ഓൾമോസ്റ്റ് സെയിം മെഡിസിൻസ് ആണ്. പിന്നെ അത് കോഴിയില് അല്ലെങ്കിൽ ബീഫിലാണ് കൂടുതൽ അവര് അത് ആ ഭാഗത്ത് യൂസ് ചെയ്യുന്നത്. കോഴിമരുന്നാണ് പേരുന്നുണ്ടെങ്കിൽ ഞാൻ ചിലരോട് ഇങ്ങനെ കഴിച്ചോട്ടെ എന്ന് വന്ന് ചോദിക്കുന്നത്, അപ്പൊ പൈസയൊക്കെ ഉള്ളവരാണെങ്കിൽ അപ്പൊ ഞാൻ കോഴിയുടെ അല്ല, ഞങ്ങള് കോഴിയിലല്ല കഴിക്കാറ്, ബീഫിലാണ് കഴിക്കാറ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൊതുവെ ആൾക്കാരിപ്പം കർക്കിടകത്തിലൊരു സ്വാസ്ഥ്യ സംരക്ഷണം കുറച്ചും കൂടി കൂടുതലായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 60+ ആയിട്ടുള്ളവർ മാത്രമാണ് ഈ കർക്കിടകത്തിലെ സ്വാസ്ഥ്യ സംരക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എന്നാണ് എനിക്ക് എന്റെ ഒരു
കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വെച്ച് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഒരുവിധം എല്ലാ ഏജ് ഗ്രൂപ്പിനും ഇപ്പം എനിക്ക് കൊറട്ടിയിൽ തന്നെ പലരും അത് ചോദിച്ചു, നമ്മള് ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്, കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ വളരെ സന്തോഷം തോന്നി കേട്ടപ്പോ. കാരണം അവര് നമ്മളെ കുറച്ചും കൂടി നമ്മുടെ ശാസ്ത്രത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ശാസ്ത്രത്തിലെ സ്വാസ്ഥ്യ സംരക്ഷണത്തെ അവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ എന്തായാലും ഈ ഒരു ക്ലാസ് എനിക്ക് വലിയ സന്തോഷമായി. ഡോക്ടർ കുറച്ച് വൈകി കഴിഞ്ഞെങ്കിലും ഹാറ്റ്സ് ഓഫ് വനിതാ കമ്മിറ്റി തിരിച്ചു. താങ്ക് യു. താങ്ക് യു ഡോക്ടറെ, താങ്ക് യു വെരി മച്ച്. ഇനി ഈ മരുന്നുണ്ട എത്ര വയസ്സ് തൊട്ടിട്ട് കഴിക്കാം? മരുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാം ദഹിക്കുന്നു. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് നമുക്കൊരു അതിന് കറക്റ്റ് ഒരു വയസ്സ് എങ്ങനെയാന്ന് എനിക്കും വലിയ പിടിയില്ല. എന്നാലും ഈ എള്ളുണ്ടയൊക്കെ കഴിക്കണം. കാരണം ഇതിപ്പോ ഞവരയും ഒന്നും അങ്ങനെ കുട്ടികൾക്ക് വലിയ ദഹിക്കാൻ പ്രയാസമെല്ലാം ഇല്ല. അപ്പൊ നമുക്ക് ഇത് കഴിച്ച് ഒരു ചെറിയ വലിപ്പം നോക്കിയിട്ട് ഒരു ചെറിയ ഒരു ബോളൊക്കെ കഴിച്ച് ഒരു ഉണ്ടയൊക്കെ കൊടുത്തിട്ട് കഴിക്കുവാണെങ്കിൽ നമുക്ക് ചെറിയ കുട്ടികൾക്കും ഒരു 10 വയസ്സിന് മേലെയൊക്കെ കൊടുക്കും. ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒരു 6 വയസ്സുള്ള കുട്ടി ഇത് കഴിക്കുവാണെങ്കിൽ, കാരണം ഇപ്പോഴത്തെ പിള്ളേർ പലതും ഇതൊന്നും കഴിക്കാത്ത ആൾക്കാരാണ്. കഴിക്കുവാണെങ്കിൽ നമുക്ക് ഓരോന്ന് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിലൊന്നും ഇപ്പൊ പറഞ്ഞ സംഭവം വേറെ ഒരു ദഹനത്തിന് പ്രശ്നമുള്ള ഒന്നുമില്ല. എല്ലാം എളുപ്പം ദഹിക്കുന്ന കാര്യങ്ങളാണ്. വയറിന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യങ്ങളില്ല. അപ്പൊ ഒരു 6 വയസ്സുള്ള കുട്ടിക്ക് അത് കഴിക്കുവാണെങ്കിൽ നമുക്കൊരു ചെറിയ ഉണ്ടയാക്കിയിട്ട് അങ്ങനെ കൊടുക്കാം. അതുപോലെ ഷുഗർ പേഷ്യൻസിനായി ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കിയ എന്ന് വെച്ചാൽ പൊതുവെ ശർക്കര, കരിപ്പെട്ടി അതൊക്കെയാണ് ഉപയോഗിക്കാറ്. കരിപ്പെട്ടിയാണ് കൂടുതൽ ശർക്കരക്കാട്ടിയും കുറച്ചുകൂടെ നല്ലത്. അപ്പം ഷുഗർ ഉള്ളവർക്ക് കരിപ്പെട്ടി ഉപയോഗിക്കുന്നതാവും നല്ലത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്, അതായത് ഇപ്പൊ ഞാൻ അവിടെ കൊരട്ടിയിൽ കൂടുതലായിട്ടും കണ്ടത് അവർക്ക് ഈ മരുന്നുണ്ടയില് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് എള്ളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എള്ളും ശർക്കരയും ഒക്കെ വരുന്നത് കൊണ്ട് കുട്ടികൾക്ക് കുറെ കൂടി ടേസ്റ്റി ആയിട്ട് വരുന്നതുകൊണ്ട് അവരൊരു 6 വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതായിട്ടാണ് കണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ എന്നിട്ട് നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും. നമ്മൾ അങ്ങനെ പൊതുവെ ഇവിടെ തൃശ്ശൂര് ഇപ്പൊ എന്റെ ഭാഗത്തൊന്നും അത്ര ചെറിയ കുട്ടികളൊന്നും ഇത് കഴിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവർ കഴിക്കാൻ വില്ലിങ് ആവാറില്ല. ഒന്നാമത്തെ ഇപ്പത്തെ കുട്ടികളൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കില്ലല്ലോ. അതെ, പിന്നെ അതുമല്ല ഉലുവ, ജീരകം അതിന്റെയൊക്കെ ഇത് വരുമ്പോ കുട്ടികൾക്ക് അത്രയും അത് ടേസ്റ്റി ആയിട്ട് തോന്നില്ലല്ലോ. പക്ഷെ ഇവിടെ ഈ എള്ളു കൂടുതലുള്ള അവര് എള്ളുണ്ട കഴിക്കുന്ന അത്രയും ലാഘവത്തോട് കൂടിയിട്ടാണ് അവിടുത്തെ കുട്ടികൾ അത് കഴിക്കുന്നതായിട്ട് കണ്ടത്. അതും ഒരു ഉണ്ട വെച്ചിട്ട് എന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു ഡെയിലി കൊടുക്കണ്ട, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോ അങ്ങനെ കൊടുക്കാനാ പറഞ്ഞു. പക്ഷെ അവര് പറയണു അവര് കുട്ടികൾക്ക് ഡെയിലി കൊടുക്കാറുണ്ട്, 5 ഉണ്ട വരെയൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെയുണ്ട്. താങ്ക് യു. പ്രിയ ഡോക്ടറെ, ഓ ഇനി വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? അതെ, ഇനിയിപ്പോ ആർക്കും സംശയമില്ലെങ്കിൽ നമുക്ക് അപ്പൊ ഇത്രയും നേരം ക്ലാസ് കേട്ടിട്ട് കൃത്യമായി കേട്ട് ശ്രദ്ധിച്ച് ഇരുന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടറുടെ കോണ്ടാക്ട് ഒന്ന് കൊടുക്കാണോ? കൊടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് ഡോക്ടറായിട്ട് സംസാരിക്കാം. നമ്പർ പറഞ്ഞാൽ മതിയോ? മതിയോ? 9895 831206.
9895831206. 06 അല്ലേ? ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്തതിന് ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ തുടർ ക്ലാസ്സുകളിലും ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. പ്രത്യേകം ജോയിൻ ചെയ്യാൻ മറക്കാതെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു പ്രിയ. Good night. Okay, thank you. Good night. Bye. Good night.